ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതുവരെ നമ്മൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ച നമുക്കിനി കാണാം. മരങ്ങളുടെ ഭാഷ. കുട്ടിയുടെ വീടിനു ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ നട്ടുനനച്ചു വളർത്തിയവയും വളപ്പിൽ താനെ മുളച്ചു വന്നവയും. ഒരു നാൾ തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചോദിച്ചു, അച്ഛൻ ആരോടാ വർത്തമാനം പറയണത്? അതിന് അച്ഛൻ്റെ മറുപടി, ഇതാ ഈ കയ്പവള്ളിയോട്. അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവോ? എന്താ സംശയം? ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും. 4 ദിവസം മുമ്പ് ഈ വള്ളി തല ഉയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ടു തരണം, പൂക്കണം, കായ്ക്കണം എന്നൊക്കെ. അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങുകാല് കുത്തിക്കൊടുത്തു. മോള് കണ്ടോ, കയ്പവള്ളി സ്പ്രിങ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരൽ കൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത്. ഇപ്പോൾ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, മിടുക്കി, കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക്? സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാന്ന്. പൂളു, ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല. നമ്മളുടെ മലയാളവും അറിയില്ല. ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലാന്ന്? നീ ഒന്ന് മേലോട്ട് നോക്ക്. പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ? അല്പം തല ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ? ആവോ, എനിക്കറിയില്ല. എന്നാൽ കേട്ടോ, തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ. കുട്ടിക്ക് ചിരി വന്നു. അച്ഛൻ ചുമ്മാ പറയുന്നതാ. എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക്, ശരിയല്ലേ എന്ന്. എങ്കിൽ പറയൂ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത്? അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു, സംഭാഷണം ശ്രദ്ധിക്കാനെന്ന മട്ടിൽ. എന്നിട്ട് പറഞ്ഞു, കേൾക്കുന്നുണ്ട്. എന്താണെന്നോ? ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ. വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ. എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറയ്ക്കല്ലേ. ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടു തരണേന്ന്. അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ? അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തിക്കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിള് കുത്തി. എന്നിട്ട് സാവധാനം പറഞ്ഞു, അനിയത്തി പേടിക്കേണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. അച്ഛൻ മോളെ അഭിനന്ദിച്ചു. ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. ഈ കഥയിലൂടെ മക്കൾക്ക് എന്താ മനസ്സിലായത്? പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നല്ലേ? പരസ്പരം സഹകരിച്ച് ജീവിക്കണമെന്നാണ് തെങ്ങും പപ്പായയും ഒക്കെ പറയുന്നത്. അപ്പോൾ മക്കൾക്കും ഇതുപോലെ മരങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റൂലേ? എങ്ങനെയാണ് മക്കളെ മരങ്ങളുടെ ഭാഷ പഠിക്കുക? അതിന് നമ്മൾ മരങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് മരങ്ങളുടെ ഭാഷ, സസ്യങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റും. എഴുതിയിരിക്കുന്നത് അരവിന്ദാക്ഷനാണ്. പ്രകൃതി ഒരു സ്നേഹിത എന്ന കഥയിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. രംഗവേദി. കഥ വായിച്ചല്ലോ. കയ്പവള്ളി ഒരു കഥാപാത്രമാണ്. മറ്റ് കഥാപാത്രങ്ങൾ ആരെല്ലാം? തെങ്ങുണ്ട്, പപ്പായ ഉണ്ട് അല്ലേ? ഈ കഥ ക്ലാസ്സിൽ നാടകമായിട്ട് അവതരിപ്പിക്കൂ. കൂടുതൽ കഥാപാത്രങ്ങളാവാം. കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമെ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അപ്പം നമുക്ക് ഒരു മാതൃക നോക്കാം. എന്നിട്ട് മക്കൾ ക്ലാസ്സിൽ നാടകമായിട്ട് അവതരിപ്പിക്കണം കേട്ടോ. രംഗം. തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ടു നിൽക്കുന്ന അച്ഛനും അത് കൗതുകത്തോടെ വീക്ഷിക്കുന്ന മകളും. അച്ഛൻ സംസാരിക്കുന്നു. മകൾ, അച്ഛൻ ആരോടാണ് വർത്തമാനം പറയുന്നത്? അച്ഛൻ കയ്പവള്ളിയോട്. മകൾ, അച്ഛൻ പറയുന്നത് കയ്പവള്ളിക്ക് മനസ്സിലാവോ? അച്ഛൻ, മനസ്സിലാകുമല്ലോ, അവൾ എന്നോടും സംസാരിക്കാറുണ്ട്. മകൾ, ശരിയാണോ? കയ്പവള്ളി അച്ഛനോട് എന്താണ് സംസാരിച്ചത്? അച്ഛൻ, മേലോട്ട് പടർന്നു കയറാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചതാ. മകൾ, അടുത്തു നിൽക്കുന്ന പപ്പായയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്. അപ്പോൾ ആ പപ്പായയും സംസാരിക്കുമോ അച്ഛാ? അച്ഛൻ, ഈ തെങ്ങിൻ്റെ തണലിൽ വളരുന്നതിൻ്റെ സന്തോഷം പപ്പായ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. മകൾ, എന്താ പറഞ്ഞത്? അച്ഛൻ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ മഴയും വെയിലും ഒന്നും കൊള്ളണ്ടല്ലോ.
എനിക്ക് കുറച്ച് സൂര്യപ്രകാശം തന്നാൽ മതി എന്നാണ് പപ്പായ പറഞ്ഞത്. മകൾ: അപ്പോൾ തെങ്ങ് എന്താണ് പറഞ്ഞത്? അച്ഛൻ: എന്തായിരിക്കും പറഞ്ഞത്, മോള് തന്നെ പറയൂ. മകൾ: നീ വിഷമിക്കേണ്ട, സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും നമുക്ക് ഒരുമിച്ച് പങ്കിടാമെന്ന്. അച്ഛൻ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്: മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായല്ലോ. അടുത്ത പ്രവർത്തനം ഞങ്ങളും പറയുന്നുണ്ട്. ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത്. മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ? മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത്? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ. മരങ്ങളും മറ്റു ജീവജാലങ്ങളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരല്ല. അവയുടെ ഭാഷ വേറെയാണ്. അവ ആശയം കൈമാറുന്നത് മനുഷ്യൻ്റെ ഭാഷയിലല്ല. സംസാരിക്കുന്നത് ആശയങ്ങൾ കൈമാറുന്നത് മലയാളത്തിലോ മറ്റ് ഭാഷകളിലോ അല്ല. എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി പ്രത്യേക ഭാഷകൾ നൽകിയിട്ടുണ്ട്. നിറങ്ങളും ഗന്ധങ്ങളും ആശയങ്ങൾ കൈമാറുന്നത് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ അല്ല. നിറങ്ങളും ഗന്ധങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവർ സംസാരിക്കുന്നു. ഭാഷ എന്നതുകൊണ്ട് നമ്മുടെ ഭാഷ എന്നർത്ഥമില്ല. മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്നതുകൊണ്ട് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് മരങ്ങളോട് ആശയവിനിമയം ചെയ്യാൻ മകൾക്കും കഴിവ് കിട്ടി എന്നാണ്. അവയെ സ്നേഹിക്കുമ്പോൾ അവയുടെ ഭാഷ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അവയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണമെന്ന് മാത്രം. ചെടികളോടും മരങ്ങളോടും സ്നേഹത്തോടെ സംസാരിച്ചാൽ അവയും പ്രതികരിക്കും. അത് പ്രകൃതിയുടെ ഭാഷയാണ്. അടുത്ത പ്രവർത്തനം ഓർമ്മത്താളിലേക്ക്. പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത്. കയ്പവള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു. മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉറക്കം വരുന്നേയില്ല. ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. നിങ്ങളും ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതൂ. അപ്പം നിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ആ ഡയറി എഴുതുക. നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ മക്കൾ മുകളിൽ ഡേറ്റും ദിവസവും എഴുതുക. എനിക്ക് ഏറെ സന്തോഷമുള്ള ദിവസമാണിന്ന്. മരങ്ങളുടെ ഭാഷ മനസ്സിലാക്കിയ ദിവസം. എന്നും ഞാൻ മരങ്ങളെയും സസ്യങ്ങളെയും കാണാറുണ്ടെങ്കിലും അവയ്ക്കൊരു ഭാഷയുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ തന്നെ അച്ഛൻ കയ്പവള്ളിയുമായി സംസാരിക്കുന്നതാണ് കണ്ടപ്പോൾ കൗതുകം തോന്നി. അവ സംസാരിക്കുമോ? സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുമോ എന്നെല്ലാം ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. തെങ്ങും പപ്പായയും സംസാരിക്കുന്നത് എന്താണെന്ന് ഞാനും പറഞ്ഞു. അച്ഛൻ എന്നെ അഭിനന്ദിച്ചു. എനിക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന് അച്ഛൻ പറഞ്ഞു. മരങ്ങൾ നമ്മുടെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. മരങ്ങളെയും സസ്യങ്ങളെയും നാം സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് അവയുടെ ഭാഷ മനസ്സിലാവും. ഇനി എന്നും ഞാനും അച്ഛൻ്റെ കൂടെ തൊടിയിലിറങ്ങും. അടുത്ത പ്രവർത്തനം പ്രകൃതിയുടെ ഭാഷ. മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു. പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ. കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്? ചർച്ച ചെയ്യൂ. അപ്പം നമുക്ക് ചൊല്ലി നോക്കാം. ഇലകൾ കാറ്റടിച്ചുലയുന്നു നൂറു, കിളികൾ പുഞ്ചിറകിളക്കുന്നു കൊഞ്ചും, മൊഴികളാൽ ചെപ്പു കിലുക്കുന്നു പനീർ, മലരിതളുകൾ ഉതിർക്കുന്നു നീല, മലയിലെമ്പാടും കുറിഞ്ഞി പൂത്ത പോൽ മതിമറന്നു മെയ് കുളിരു കോരുന്നു, കരളിൽ തേനറ തുളുമ്പിത്തൂവുന്നു, അകം തരിച്ചു നിന്നുലയും തൈമരം, അടിമുടി മലരണിയുന്നു മനം, നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ. ഏറ്റുമാനൂർ സോമദാസനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങളാണ് കവി ആവിഷ്കരിക്കുന്നത്? മരങ്ങളും കിളികളും ചെടികളുമെല്ലാം സന്തോഷിക്കുന്നതും സംസാരിക്കുന്നതും കവി വർണ്ണിക്കുകയാണ്. മനുഷ്യഭാവങ്ങൾ പ്രകൃതിയിലും കണ്ടെത്തുകയാണ് കവി. ഓരോന്നും സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലും ഭാഷയിലുമാണ്. ഇലകൾ കാറ്റടിച്ച് ഇളകുന്നു. നൂറുകണക്കിന് കിളികൾ മനോഹരമായ ചിറകുകൾ ഇളക്കുകയും ചെപ്പ് കിലുക്കുന്നത് പോലെ കലപില ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. പന്നീർ പൂവ് ഇതളുകൾ പൊഴിക്കുമ്പോൾ നീലമല കുറിഞ്ഞി പൂത്ത പോലെ കുളിര് കോരി നിൽക്കുന്നു. പൂക്കളിലെല്ലാം തേൻ നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് ഇളകുന്ന തൈമരം അടിമുടി പൂവണിയുന്നു. അത് കാണുമ്പോൾ അമ്മ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നത് പോലെ തോന്നും.
ഇലകളും പൂക്കളും ചെടികളും കിളികളും ചേർന്ന് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് കവി വിവരിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം നൽകുന്നു. എന്തെല്ലാം ഭംഗികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതെല്ലാം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യവും സന്തോഷവും ആസ്വദിക്കാൻ കഴിയുന്നത്. ചെടികളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും മനോഹരമായ ലോകം നമുക്ക് ചുറ്റുമുണ്ട്. അവയുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്ത് രസമാണ്! ഈ കവിതയിലൂടെ കവി പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നത് നാം അറിയുന്നു. അപ്പം മക്കളെ, മരങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഭാഷ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവയെ സ്നേഹിക്കണം അല്ലേ? അവയെ തൊട്ട് തലോടി സ്നേഹിക്കണം, അവയെ പരിചരിക്കണം. അപ്പം നമുക്ക് എന്താണ് അവരുടെ ഭാഷ അവരെന്താണ് മനസ്സിൽ കാണുന്നത്, അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഇനി ഈ പാഠഭാഗത്തുള്ള കുറച്ച് വാക്കുകളും കൂടെ പരിചയപ്പെടാം. ആദ്യം അർത്ഥങ്ങൾ നോക്കാം. തൊടി, തോട്ടം, പിറുപിറുക്കുക, പതുക്കെ സംസാരിക്കുക, കമ്പ്, മരക്കമ്പ്, പുളു, നുണ, ഭേഷ്, കൊള്ളാം. പര്യായങ്ങൾ: വള്ളി, ലത, വല്ലി, വല്ലരി. വീട്, ഗ്രഹം, നികേതനം, ഭവനം. സൂര്യൻ, രവി, ദിനകരൻ, പ്രഭാകരൻ. ഇനി പിരിച്ചെഴുതുക. തലയുയർത്തി, തല പ്ലസ് ഉയർത്തി. കയറിക്കിടക്കാൻ, കയറി പ്ലസ് കിടക്കാൻ. ഓലക്കൈ, ഓല പ്ലസ് കൈ. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.